അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ നിരപ്പേൽക്കട ചേമ്പളം കിഴക്കേ മാട്ടുകെട്ട റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. 8 വർഷം മുമ്പ് ലോകബാങ്ക് സഹായത്തോടെ നിർമ്മിച്ച റോഡാണ് തകർന്നത്. കിഴക്കേ മാട്ടുകെട്ടയിലെ പാറമടയിൽ നിന്നും ടിപ്പർ ലോറി ഓടിയും ജലജീവൻ മിഷന്റെ പൈപ്പിടിയിലും കാരണമാണ് റോഡ് ദുരവസ്ഥയിലെത്താൻ കാരണം. ലോകബാങ്ക് സഹായത്തോടെ നിർമ്മിച്ച റോഡാണ് ദുർഘടമായി മാറിയത്. കിഴക്കേ മാട്ടുകെട്ടയിലെ അനധികൃത പാറമടയിൽ നിന്നും കല്ലുമായി ടിപ്പറുകൾ നിരന്തരം ഓടിയാണ് റോഡ് തകർന്നത്. ജലജീവൻ മിഷൻ പൈപ്പിട്ട ഭാഗത്ത് മണ്ണൊലിച്ചുപോയി റോഡ് അപകടാവസ്ഥയിലുമായി. വർഷങ്ങളായ കാത്തിരിപ്പിനൊടുവിലാണ് ഈ റോഡ് ഇങ്ങനെ ടാറിങ് ആവുകയും ചെയ്യുകയും ഒത്തിരി തടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഈ റോഡ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തും കാഞ്ചാർ പഞ്ചായത്തിൽ ബന്ധിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ടാറിങ് നടത്തി കഴിഞ്ഞപ്പോൾ തൊട്ട് കുറേ കാലം ഈ കഴിഞ്ഞ വർഷം വരെ വലിയ കുഴപ്പമില്ലാതെ നടന്നതാണ്. അപ്പോൾ ഇവിടെ കിഴക്കേ മാട്ടുകെട്ട എന്നുള്ള ഈ ലോഡ് പാരം കയറ്റിയ വാഹനങ്ങൾ, അതായത് കല്ലുകൾ കയറ്റിയാണ് ഈ റോഡ് ഇതുപോലെ തകർന്നു പോയത്. അതുമൂലം ഉണ്ടായ അവസ്ഥയാണ് ഇപ്പോൾ റോഡ് അതീവ ശോചനീയ അവസ്ഥയാണ്. പൂർണ്ണമായും കാർഷിക മേഖലയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് അപകടാവസ്ഥയിലായിരിക്കുന്നത്. കിഴക്കേ മാട്ടുകെട്ട കൽത്തൊട്ടി റോഡിൻ്റെ ശോധനാവസ്ഥയാണ് ഈ കാണുന്നത്. റോഡ് പാറമടയിൽ നിന്ന് ടിപ്പറിന് കല്ലടിച്ചിട്ട് റോഡ് പോയി കിടക്കുമായിരുന്നു. ആ കൂടെ മഴ കൂടെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാനായിട്ട് കുഴിച്ച് വെക്കും പലയിടത്തും വലിയ ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ്. വണ്ടി കൊണ്ട് യാത്ര ചെയ്യാനോ കാൽനടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. നടന്നു പോകാനൊന്നും പറ്റിയില്ലാത്ത അവസ്ഥയാണ്. ബൈക്കുകാരായാലും വന്ന് ഉരുണ്ട് വീഴുകയും പലരെയും ആശുപത്രി കൊണ്ടുപോകേണ്ട ഗതികേടും ഈ റൂട്ടിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ ദിവസേന സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഓടുന്ന റോഡിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണ്. റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.